കേരളം ഈ രീതിയിൽ മുന്നേറുമ്പോൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മനഃപൂർവ്വമായി ആ ഒരു മുന്നേറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നതിന് വേണ്ടിയിട്ട് ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിൻ്റെ 1-ാമത്തെ പേജിലുള്ള ഒരു പടം അതിനൊരു കുറിപ്പും കൊടുത്തിട്ടുണ്ട്. മരുന്നിനില്ല മരുന്ന് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് രാവിലെ കണ്ടപ്പോൾ DHSനോടും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരോട് എന്താണ് ഇത് കാര്യമെന്ന് തിരക്കി. വാസ്തവത്തിൽ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ, എന്നിട്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാവധി സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഈ കുറിപ്പടി പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് 9 മരുന്ന് എഴുതി, ആദ്യം 3 മരുന്ന് കിട്ടി, പിന്നീട് 4 മരുന്ന് കൂടി കിട്ടി എന്നുള്ളത് പറയുന്നുണ്ട്. 2 മരുന്ന് സർക്കാരിൻ്റെ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്തതാണ്, അത് പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ ഒരു മരുന്നും സർക്കാർ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളൊരു ധ്വനിയാണ് വരുന്നത്. ആ മരുന്നുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തി എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമില്ലാതെ അവിടെ ആ വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യം നിർഭാഗ്യകരമാണ്. തെറ്റായ ഒരു പ്രചരണം അല്ലെങ്കിൽ തെറ്റായ ഒരു വാർത്ത ആ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് നൽകുന്നതിന്, അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതിന് മുഖ്യധാരാ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പരിശോധിച്ച് വാർത്തകൾ നൽകണം എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അത് സർക്കാരിന് വേണ്ടിയിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടി, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ധാരാളമായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഏറ്റവും 70% ആളുകൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ് എന്നുള്ളത് കൂടി കാണണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് പരമാവധി സൗജന്യമായി ഏറ്റവും മിതമായ നിരക്കിൽ നൽകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. എന്തൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. ഞാനതിൻ്റെ ഡ്രഗ് ലിസ്റ്റിൻ്റെ മുഴുവൻ കണക്കുകളും ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട്. ആ മാധ്യമം ചോദിച്ചാൽ ഇന്നലെ തന്നെ അത് കൊടുക്കുമായിരുന്നു. എത്ര മരുന്നുകൾ ആ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ സൂപ്രണ്ടിനോട് പോലും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് കൂടി കാണണം.